ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലക സ്ഥാനത്തേക്ക് ഗൗതം ഗംഭീർ എത്തിയതിന് പിന്നാലെ ഇന്ത്യൻ ടീമിൽ വലിയ അഴിച്ചുപണികളാണ് നടക്കുന്നത്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി ബന്ധപ്പെട്ടിരുന്നവർ പല സ്ഥാനങ്ങളിലായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് എത്തുന്നതാണ് കാണുന്നത്. ഏറ്റവും ഒടുവിലായി മോണി മോർക്കലാണ് ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിരിക്കുന്നത്. മുൻ ദക്ഷിണാഫ്രിക്കൻ പേസറെ ബൗളിംഗ് പരിശീലകനായാണ് ഇന്ത്യ നിയമിച്ചത്. സഹീർ ഖാൻ, ലക്ഷ്മിപതി ബാലാജി, വിനയ് കുമാർ എന്നിങ്ങനെ പല പേരുകളും ഉയർന്നു കേട്ടിരുന്നെങ്കിലും ഇവരെയെല്ലാം മറികടന്ന് മോണി മോർക്കൽ ഇന്ത്യയുടെ ബൗളിംഗ് പരിശീലകനാവുകയായിരുന്നു. മികച്ച റെക്കോർഡുള്ള ബൗളർമാരിലൊരാളാണ് മോണി മോർക്കൽ. അതുകൊണ്ടുതന്നെ മോണി മോർക്കലിൻ്റെ വരവ് ഇന്ത്യൻ ടീമിന് ഗുണം ചെയ്യുമെന്ന് തന്നെ പറയാം. എന്നാൽ മോണി മോർക്കലിനെ ഇന്ത്യൻ ടീമിലേക്ക് എത്തിച്ചതിന് പിന്നിൽ ഗംഭീറിൻ്റെ വ്യക്തമായ ഇടപെടലുണ്ട്. മുൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് താരമെന്നത് മാത്രമല്ല, മോണി മോർക്കൽ ഗംഭീറിൻ്റെ പേടി സ്വപ്നമായിരുന്ന ബൗളറാണ്. കരിയറിൽ നേരിടാൻ ഏറ്റവും പ്രയാസപ്പെട്ട ബൗളർ മോണി മോർക്കലാണെന്ന് ഗംഭീർ തുറന്നു പറഞ്ഞിരുന്നു. ഇതിൻ്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ്. അന്ന് ഗംഭീർ ഭയപ്പെട്ടിരുന്ന ബൗളറെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ പരിശീലക സ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. എന്നാൽ നിലവിൽ മുംബൈ ഇന്ത്യൻസിൻ്റെ പരിശീലക സംഘത്തിൽ സഹീർ ഖാനും ഭാഗമാണ്. അതുകൊണ്ടുതന്നെ അദ്ദേഹം നിലവിൽ ഇന്ത്യൻ ടീമിലേക്ക് വരാൻ വലിയ താൽപ്പര്യം കാട്ടിയില്ല. ഇന്ത്യൻ ടീമിലേക്ക് വന്നാൽ എപ്പോഴും ടീമിനൊപ്പം പ്രവർത്തിക്കേണ്ടി വരുമെന്നതിനാലാണ് പല പ്രമുഖരും ദേശീയ ടീമിൻ്റെ ഉത്തരവാദിത്തങ്ങളിലേക്ക് വരാതെ മാറി നിൽക്കുന്നത്. മോർക്കലിൻ്റെ വരവ് ഇന്ത്യക്ക് ഗുണം ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ്. ബൗളിങ്ങിൽ ഇന്ത്യക്ക് വിദേശ പരിശീലകൻ ഒപ്പം വേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയാണ് ഇനി വരാനിരിക്കുന്നത്. അവിടുത്തെ ബൗൺസും പേസും നിറഞ്ഞ പിച്ചിൽ ഇത്തവണയും ഇന്ത്യ അത്ഭുതം കാട്ടുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. വിദേശ പിച്ചുകളെക്കുറിച്ച് നന്നായി അറിയുന്ന മോർക്കലിനെ പോലൊരു താരം ഒപ്പമുണ്ടായാൽ ഇന്ത്യക്ക് ഓസീസ് പരമ്പരയിൽ അത് ഗുണം ചെയ്തേക്കും. മുഹമ്മദ് സിറാജ്, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് ഷമി എന്നീ പേസർമാരെല്ലാം സ്ഥിരതയോടെ കസറുന്നവരാണ്. ഇവരെ പരിശീലിപ്പിക്കേണ്ട കാര്യമായ ആവശ്യമില്ല. എന്നാൽ മായങ്ക് യാദവ്, ഉമ്രാൻ മാലിക് തുടങ്ങി അതിവേഗ പന്തുകളെറിയാൻ കഴിയുന്ന യുവതാരങ്ങളെ വളർത്താൻ മോണി മോർക്കലിനെ പോലൊരാളുടെ സാന്നിധ്യം സഹായിക്കും. ദക്ഷിണാഫ്രിക്കയിൽ ഇന്ത്യ ഇതുവരെ ടെസ്റ്റ് പരമ്പര നേടിയിട്ടില്ല. മോർക്കലിന് കീഴിൽ തയ്യാറെടുത്ത് ഇന്ത്യ ഈ നേട്ടവും സ്വപ്നം കാണുന്നുണ്ട്. ഇന്ത്യക്ക് വിദേശ ബൗളിംഗ് പരിശീലകനേക്കാൾ അത്യാവശ്യം വിദേശ ബാറ്റിംഗ് പരിശീലകനാണ്. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും സീനിയർ താരങ്ങളാണെന്നതിനാൽ ഇവർക്ക് സാഹചര്യത്തിനനുസരിച്ച് കളിക്കാൻ കഴിവുണ്ട്. എന്നാൽ പിന്നാലെ എത്തുന്ന പല താരങ്ങൾക്കും വിദേശ പിച്ചുകളിൽ സ്ഥിരതയോടെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടുതന്നെ ഇന്ത്യക്ക് ബാറ്റിംഗ് മെച്ചപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. ഓസ്ട്രേലിയ പകരം വീട്ടാൻ കാത്തിരിക്കുകയാണ്. അതുകൊണ്ടുതന്നെ ഒരു ചെറിയ പിഴവ് പോലും സംഭവിച്ചാൽ ഇന്ത്യക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഓസ്ട്രേലിയക്കെതിരെ അവസാന 2 തവണയും ഇന്ത്യ ടെസ്റ്റ് പരമ്പര നേടിയിരുന്നു. ഇക്കാരണത്താൽ തന്നെ ഓസീസ് കണക്കുവീട്ടാൻ കാത്തിരിക്കുകയാണ്. അതുകൊണ്ടുതന്നെ മികച്ച മുന്നൊരുക്കം ഇന്ത്യയെ സംബന്ധിച്ച് അത്യാവശ്യമാണ്.